ഓം ശാന്തി. മനുഷ്യന്മാരുടെ മനസ്സ് ഒരു വളരെ വിചിത്രമായിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനാണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയ അൺലിമിറ്റഡ് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു പവർ ഹൗസ് തന്നെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഒരു സാധനം കുറച്ചുപയോഗിച്ച് അതിൻ്റെ കപ്പാസിറ്റി കുറയും പോലെ മനസ്സും അത് നമ്മൾ നിരന്തരമായിട്ട് യുഗങ്ങളോളമായി കുറച്ച് ഉപയോഗിച്ച് അതിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ലിമിറ്റിൽ നിന്ന് അൺലിമിറ്റിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിക്കും. പക്ഷേ പ്രസൻറ്റ് ടൈമിൽ ഓരോരുത്തരുടെ മനസ്സിലും എനർജി റിസീവ് ചെയ്യുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ലിമിറ്റഡ് ആയിട്ടുണ്ട്. ഉറക്കത്തിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ അടുത്ത് പറയുന്നത് 4 മണിക്കൂർ ഉറങ്ങിയാൽ നിങ്ങൾക്ക് 8 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കിട്ടുമെന്നും അത് കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് അതിന് വീണ്ടും എനർജി നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുമാണ് പറയുന്നത്. എന്നുവെച്ചാൽ 4 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സമയം 8 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സമയമാണ് 4 മണിക്കൂർ ഉറക്കത്തിലൂടെ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് അതിന് സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഉറക്കം ഫ്രഷ് ആയിട്ട് ഉണർന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഊർജ്ജം നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ലോകത്ത് എനർജി നഷ്ടപ്പെടുത്താനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ വീഡിയോ ഗെയിമാണ്. അടുത്തിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതായിട്ടുള്ളൊരു പരീക്ഷണം നമ്മുടെ അടുത്ത് പറയുന്നത് ഒരാൾ എത്ര കൂടുതൽ വീഡിയോ ഗെയിം കാണുന്നുണ്ടോ, ഇപ്പോഴാണെങ്കിൽ പബ്ജി അത് ഇത് എന്തൊക്കെ രീതിയിലുള്ള കളികളാണ്, വീഡിയോ ഗെയിംസാണ്. സമയം പോവാൻ വേണ്ടി എത്ര കൂടുതൽ നിങ്ങൾ വീഡിയോ ഗെയിം ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി നഷ്ടമാവുന്നതാണ്. അവരൊരു പരീക്ഷ നടത്തി നോക്കി 2 ഗ്രൂപ്പ് ആളുകളിൽ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് അവർ 24 hours ഈ വീഡിയോ ഗെയിം കാണാനുള്ളതായിട്ടുള്ള പെർമിഷൻ കൊടുത്തു. മറ്റൊരു ഗ്രൂപ്പ് ആളുകൾക്ക് ചെറിയ കളികൾ, മാത്സിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുക, അതല്ലെങ്കിൽ അങ്ങനെ കൊച്ചു പെയിൻറ്റിങ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ക്രിയേറ്റീവ് ആയിരിക്കുന്ന ആക്ടിവിറ്റീസും കൊടുത്തു. ഇത് ഒരു ആഴ്ച അവർക്ക് ആ ഒരു പ്രൊസീജിയറിൽ പോയ ശേഷം ഈ 2 കൂട്ടം ആളുകൾക്കും കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആദ്യത്തെ ഗ്രൂപ്പ് എ മീൻസ് ഒരാഴ്ച മുഴുവൻ ഫ്രീ ആയിട്ട് വീഡിയോ ഗെയിം കാണാൻ ചാൻസ് കൊടുത്ത ആളുകൾ 30% പോലും ആ ടാസ്ക് എടുക്കാൻ തയ്യാറായില്ല. അതിന് മുന്നേ അവരതിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. അതേസമയം സെക്കൻഡ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ആരാണോ പെയിൻറ്റിങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ ഒരാഴ്ച വിട്ടുകൊടുത്തത്, അവരെ സംബന്ധിച്ചിടത്തോളം 100% ആളുകളും ആ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് റിസ്ക് എടുക്കാനുള്ള അവരുടെ കപ്പാസിറ്റീനെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വീഡിയോ ഗെയിം കാണുന്നതിലൂടെ സ്വാഭാവികമായിക്കൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ തൻ്റെ ഊർജ്ജം ചെയ്യാനുള്ള ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ രാവിലെ ഉണരുന്ന സമയത്ത് 100% എനർജിയിലാണ് ഉണരുന്നതെങ്കിൽ വീഡിയോ നോക്കി കണ്ട് വീഡിയോ ഗെയിം കളിച്ച് നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ക്ഷീണിക്കാൻ തുടങ്ങും. അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടാണോ പുറത്താണോ അകത്താണോ എന്ന് അറിഞ്ഞുകൂടാ. ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചു പോയി, പ്ലെയിൻ പറത്തി ക്ഷീണിച്ചു പോയി, ഇങ്ങനെ സ്റ്റണ്ട് ചെയ്ത് ക്ഷീണിച്ചു പോയി, അങ്ങനെ അതിൻ്റെ ഊർജ്ജം മുഴുവൻ നഷ്ടമാക്കി കളയും. അതുകൊണ്ട് വീഡിയോ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജത്തെ നഷ്ടമാക്കാനുള്ള സാധനമാണ്. അതേസമയം ബ്രെയിൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പല കളികളുണ്ട്. ക്യൂബ്സ്, കളർ സെറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോളത്തിലൂടെ വരയ്ക്കുക, കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ സമയം ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ലെവൽ കൂടും, മറ്റൊന്ന് കുറയ്ക്കും. അതുകൊണ്ട് എനർജി ലെവൽ നഷ്ടമാക്കുന്ന ഒന്നാണ് വീഡിയോ ഗെയിം. രണ്ടാമത്തെ യൂട്യൂബ് പറയുമ്പോൾ സിസ്റ്റർ എന്നെ ക്ലാസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത് യൂട്യൂബിലല്ലേ? തീർച്ചയായിട്ടുമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയോ, ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള നല്ല ആട്ട, നല്ല കമ്പനിയുടെ നല്ല സൂപ്പർ ആയിരിക്കുന്ന ആട്ട വാങ്ങിക്കൊണ്ട് വെച്ചതല്ലാതെ അടുത്ത് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല. രണ്ടാമത്തെ ദിവസം മാർക്കറ്റിൽ പോയി സെയിം സാധനം വാങ്ങിക്കൊണ്ടു. മൂന്നാമത്തെ ദിവസം പോയി, 4ാമത്തെ ദിവസം പോയി, ഒരു മാസമായിരുന്നു വിചാരിക്കുക. എല്ലാ ദിവസവും മാർക്കറ്റിൽ പോവും, 2, 5, 3 ചിലപ്പോൾ 10 കിലോ ആട്ട വാങ്ങിക്കൊണ്ടുവരും, ഗോതമ്പ് പൊടി വാങ്ങിക്കൊണ്ടും വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. ഒരു മാസം കഴിയുമ്പോഴേക്കും അവരുടെ വീടിൻ്റെ ഗതി എന്തായിട്ടുണ്ടായിരിക്കും? എനങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല, ഇത് മാത്രമായിരിക്കും അടുക്കളയിൽ നിറയുന്നുണ്ടായിരിക്കുക. അതേപോലെ ഏത് ഇൻഫോർമേഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കേൾക്കുന്നുണ്ടോ, ഒരു വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് എനർജി കിട്ടി, ഉന്മേഷം കിട്ടി, അത് പ്രാക്ടിക്കലാക്കൂ. അതിന് കഴിഞ്ഞ ശേഷം ഇത് നല്ല വീഡിയോ, അപ്പോൾ നെക്സ്റ്റ് കണ്ടു, അങ്ങനെ വീഡിയോ കണ്ടു, ഒരാളുടെ കണ്ടു, വേറൊരാളുടെ കണ്ടു,
ഒത്തിരി ഒത്തിരി നല്ല വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഞാനും കണ്ട് പഠിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെ കേൾക്കാനും പഠിക്കാനും. എന്നും എൻ്റെ മനസ്സ് പഠിക്കാൻ വേണ്ടി തുറന്നു വെച്ചൊരു മനസ്സുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുക എന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഈ കേട്ട കാര്യത്തിന് വൺ ബൈ വൺ ഇങ്ങനെ ഇൻഫർമേഷൻ നിറച്ച് വെക്കുന്നു. പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ ആ കാണുന്നത് പോലും നിങ്ങളുടെ സമയവും ഊർജവും നഷ്ടമാക്കുകയുള്ളൂ. വീഡിയോ കാണുന്ന സമയത്ത് 5% കിട്ടി 10% കൂടി അതങ്ങനെ പതുക്കെ ആ 10% മാറിയിട്ട് -10 പോകാൻ തുടങ്ങും. മടിയും ആലസ്യവും നമ്മളെ കീഴ്പ്പെടുത്താനും തുടങ്ങും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ അതിനെ സ്വന്തമാക്കിയെടുത്ത് അതിനെ പ്രാക്ടിക്കൽ ചെയ്യേ, എന്നിട്ട് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ കൂടട്ടെ. അത് കഴിഞ്ഞ ശേഷം വേറൊരെണ്ണം കാണുക. പ്രാക്ടിക്കൽ ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത ജ്ഞാനം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയേ ആവുള്ളൂ. അതൊരിക്കലും നമുക്ക് സഹായം തരില്ല. അതുകൊണ്ട് വെറും അറിവിന് വേണ്ടി അറിവല്ല, പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അറിവിനെ സ്വന്താക്കണം. അല്ലെങ്കിൽ ഈ അറിവും നമുക്ക് വ്യർത്ഥമായിട്ട് മാറിപ്പോവും, അല്ലെങ്കിൽ അതും ഒരു വേസ്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് മാറിപ്പോവും. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഫാക്ടർ യൂട്യൂബ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മനുഷ്യന്മാർ പല രീതിയിൽ ഊർജം സ്വീകരിച്ച ശേഷവും ഒരു നല്ല സമയം വരാൻ വേണ്ടി കാത്തിരിപ്പ്. എല്ലാം റെഡിയായി വരട്ടെ, എൻ്റെ ഗ്രഹങ്ങൾ റെഡിയാവണം, എൻ്റെ നാള് പ്രകാരമുള്ള സമയം റെഡിയാവണം, മാസം സമയം റെഡിയാവണം, ഡേറ്റ് റെഡിയാവണം, പിന്നെ എനിക്ക് ഉതകുന്ന രീതിയിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ റെഡിയാവണം. ഇപ്പോഴാണെങ്കിൽ എന്ത് തുടങ്ങാനാ, മാർക്കറ്റൊക്കെ എല്ലാം ഡൗൺ ആണ്. പക്ഷേ ഈ ഡൗൺ ആയ മാർക്കറ്റിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട്, നിങ്ങൾക്കറിയാലോ. പക്ഷെ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്ക് അനുകൂലമായ സമയം കാത്തിരിക്കുക. അനുകൂലമായ സമയം കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും അനുകൂല സമയം വരാറുമില്ല, അവരൊന്നും ചെയ്യാറുമില്ല. അതാണ് സത്യം. അതുകൊണ്ട് അനുകൂല സമയത്തിന് കാത്തിരുന്ന് നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും ഇല്ലാതായി മടിയും ആലസ്യവും നിരാശയും കീഴ്പ്പെടുത്താതെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 30 മിനിറ്റ് കാര്യമാണെങ്കിൽ 30 മിനിറ്റ് കാര്യം, 1 മിനിറ്റ് കാര്യമാണെങ്കിൽ 1 മിനിറ്റ് കാര്യം, നിങ്ങളാൽ പറ്റുന്ന 1%, അത് നിങ്ങളുടെ കപ്പാസിറ്റിയുള്ള 1% എത്രയാണോ ആ ശതമാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹൈ ലെവലിൽ എത്താനായിട്ട് സാധിക്കും. ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു ദിവസം അവർ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ അവരെത്തുകയും ചെയ്യും. എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. അതേസമയം അനുകൂല സാഹചര്യം കാത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. കാരണം ഇന്ന് ഈ ലെവലുള്ള ആളുകളാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഹൈ ലെവലുള്ള ആളുകളാണ് വീണ്ടും വരാൻ പോകുന്നത്. ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനവനെ മൂർച്ച വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പെർഫെക്ഷൻ ഒരു അവസ്ഥയില്ല, എന്നും എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ട് കാത്തിരിക്കാതെ ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ, എന്ത് നിങ്ങളുടെ കാലിബർ ഉണ്ടോ, എന്താണോ നിങ്ങളുടെ ടാലൻ്റ് ഉള്ളത്, എന്താണോ നിങ്ങളുടെ കഴിവുള്ളത്, ഏത് രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ ആ രീതിയിൽ തുടങ്ങ്. കൊച്ചു സ്റ്റെപ്സ് വെച്ച് തന്നെയാണ് വലിയ കിലോമീറ്ററുള്ള നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് കാത്തിരിക്കാതെ തുടങ്ങാൻ നമുക്ക് നിർബന്ധമായിട്ടാക്കണം. കാത്തിരിപ്പ് ഊർജത്തെ നഷ്ടപ്പെടുത്തുന്ന, ഉന്മേഷം ഇല്ലാതാക്കുന്ന, മടിയും നിരാശയും കൊണ്ടുവരുന്ന സാധനമാണ്. അതുകൊണ്ട് അത്തരം കാത്തിരിപ്പുകളെ ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ മൂന്നാമത്തെ, ടോക്സിക് ഫ്രണ്ട്സ്. നിങ്ങൾ ആരുടെ കൂടെയാണോ നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ നിറം നമ്മളിൽ കലരാതിരിക്കില്ല. നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോഴത്തേക്ക് അത് ശരിയാവില്ല, നോക്കുക അവൻ അങ്ങനെ ചെയ്തിട്ട് നോക്കി ഉള്ളതും കൂടി ഇല്ലാണ്ടായി, നീ ഇപ്പോൾ വെറുതെ സ്വസ്ഥമായിട്ട് പോകണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറയാൻ വരുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണും. അങ്ങനെ ആളുകൾ വരുമ്പോഴൊക്കെ അവരുടെ അടുത്ത് നമസ്തേ പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുക. ഏതാണ്ട് ഹനുമാൻ കടൽ ചാടി കിടക്കാൻ നോക്കിയപ്പോൾ സിർസ വന്ന പോലെ നിങ്ങളുടെ മുന്നിലും ഇതുപോലെ പിളർന്നുകൊണ്ട് അവരുടെ വാക്കുകളിൽ നിങ്ങളെ കുരുക്കി വെക്കാൻ വരും. അവർ പറഞ്ഞ കാര്യത്തിന് അതിലൂടെ അങ്ങ് പുറത്ത് കളയുക. രാമായണത്തിൽ പറയുന്നു ഹനുമാൻ വായിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്ത് കടന്നു എന്ന്. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യത്തിന് അവർ പറയുമ്പോൾ വളരെ വിനയത്തോടു കൂടെ ഓക്കെ എന്ന് പറയുക, ചെവിയിലൂടെ അങ്ങ് പുറത്ത് കളഞ്ഞേക്കുക, ഉള്ളിലേക്ക് വരാൻ സമ്മതിക്കരുത്. എന്നിട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുക. നല്ല ഫ്രണ്ട്സ് നിങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ക്ഷേത്രത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന, ഉന്മേഷം തരുന്ന, ഉത്സാഹം തരുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സിന് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവരുമായിട്ടുള്ള സംഘം ചേരൂ, അവരുമായി സംസാരിക്കൂ, അവരുടെ അടുത്ത് മോട്ടിവേഷൻ എടുക്കൂ. അത് തീർച്ചയായിട്ടും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഘടകമാക്കി മാറ്റും. നമ്മുടെ എനർജി ലെവൽ അത് നമുക്ക് ആ ഒരു ഹൈ ലെവൽ എത്തുന്നതോടെ ഈ ആളുകളുടെ സംഘത്തിൽ നിന്ന് പറന്നുയർന്നുകൊണ്ട് ഹൈറ്റ്സിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ട്
ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു സിസ്റ്റർ പറഞ്ഞ പോലുള്ളവരാണ്, എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരാണ്, ഞാൻ എന്താ ചെയ്യാമെന്ന് വിഷമിക്കേണ്ട. നിങ്ങൾ ഈ രീതിയിൽ ഓൺലൈനിലൂടെ ഹൈ ലെവലിലായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങളുടെ മാനസികമായ ബന്ധം പുലർത്തൂ. ഈ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ടൈപ്പ് തോട്ട്സുള്ള ആളുകളുമായിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനർജി ലെവലിൽ ഒരു ലിങ്ക് വരും. എനർജി ലെവലിലായിട്ടുള്ള ലിങ്ക് സ്വാഭാവികമായി നാളെ നിങ്ങളെ അവരുടെ ലിങ്കിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഈ ലെവലിൽ നിന്ന് ഒരുപാട് ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഊർജ്ജം നഷ്ടമാക്കുന്ന ഈ കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും എന്ന് കരുതി ഇന്ന് നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട് അവിടെ നിർത്തണമെന്നല്ല. നമ്മുടെ കപ്പാസിറ്റി 100%. ആ 100% എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും കുറച്ച് കപ്പാസിറ്റി കൂട്ടി മൈൻഡ് പവറിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. മെഡിറ്റേഷൻ റെഗുലറായി ചെയ്താൽ, പോസിറ്റീവ് തോട്ട്സിൻ്റെ ലെസൺസ് ഡെയിലി നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ, മനനം ചെയ്യുന്നുവെങ്കിൽ, മഥനം ചെയ്യുന്നുവെങ്കിൽ മൈൻഡ് പവറിനെ കൂട്ടി രാവിലെ ഉണർന്ന് രാത്രി വരെ നിരന്തരമായി ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും. പക്ഷേ തൽക്കാലം എൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് നോക്കി അതനുസരിച്ച് ആ ഊർജ്ജം നഷ്ടമാക്കാതെ ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഹൈ ലെവലിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.